കറിവേപ്പില, ഇന്ന് ഞാനൊരു ഉള്ളിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഇഞ്ചിക്കറി പോലെ തന്നെ ഒരു തൊടുകറിയാണിത്. ആദ്യം നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് ചെറിയ ഉള്ളി തീരെ കനം കുറച്ച് അരിഞ്ഞതാണ്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി നന്നായി വഴന്ന് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, നന്നായി മൂപ്പിച്ചെടുക്കണം. ചെറു ചൂടുവെള്ളത്തിലിട്ട ഒരു നാരങ്ങ വലിപ്പമുള്ള പുളിയാണ് ഇത്. നമുക്ക് അതിലേക്ക് പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. കുറച്ച് പുളിവെള്ളം കൂടെ വേണം. ഈ പുളിവെള്ളത്തിൽ കിടന്നത് ഇതൊന്ന് വെന്ത് വരണം. ഈ പുളിവെള്ളത്തിൽ കിടന്ന് വറ്റി ഇത് നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട കാര്യമില്ല. ഒരാഴ്ച വരെ ഇത് കേടുകൂടാതെ ഇരിക്കും. നമ്മൾ പച്ചവെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് എല്ലാം ചൂടുവെള്ളത്തിലാണ് ചെയ്തേക്കുന്നത്. ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. ഈ കറിക്ക് ഇത്തിരി പുളി ഇത്തിരി മുന്നിട്ട് നിൽക്കണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടണത്.